ഭക്തിയുത സേവനം മാത്രം ചെയ്യുകയാണ് ഒരു വ്യക്തിക്ക്, ഒരു അറിവും ഇല്ല ഭഗവാനെ കുറിച്ചെങ്കിൽ, അത് ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ ധാമത്തിലോട്ട് പോകാനുള്ള വിസയും പാസ്പോർട്ടുമാണ്. അതാണ് ഭക്തിയുത സേവനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് പോകേണ്ട ആവശ്യമില്ല ഭക്തിയുത സേവനം ഡയറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഭക്തിയുത സേവനം നമ്മൾക്ക് ചെയ്യണമെങ്കിൽ, നമ്മളെപ്പോലുള്ള ബദ്ധാത്മാക്കൾക്ക് ചെയ്യണമെങ്കിൽ, ഭഗവാൻ ആരാണെന്നും ഭഗവാന്റെ റിലേഷൻ, ഭഗവാൻ എന്തൊക്കെയാണ് ഐശ്വര്യം ഉള്ളതെന്നൊക്കെ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം. ഇല്ലാതെ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ഇത്രയും മായയിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശ്രീ രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും വഴി ചൈതന്യ മഹാപ്രഭു കൃഷ്ണനെ കുറിച്ചുള്ള അറിവ് നമുക്ക് തരുന്നത്, സംബന്ധജ്ഞാനം തരുന്നത് തന്നെയാണ്. അല്ലാതെ ഭക്തിയുത സേവനം അല്ലാതെ വേറെ എന്തെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലും ഈ ലോകത്ത് നമ്മൾ ഒളിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതെല്ലാം നമുക്ക് അൾട്ടിമേറ്റ്ലി ദുഃഖമുണ്ടാക്കത്തേ ഉള്ളൂ. നമ്മളെല്ലാ ജീവജാലങ്ങളും, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തത് ഇവിടെയാണ്, ഒരു പട്ടിയെ പോലെ ചങ്ങലയുണ്ട്. നമുക്ക് ഡിവോട്ടീസിനാണെങ്കിൽ തുളസി ദേവി നമ്മുടെ കഴുത്തിയിരിക്കുന്നത്, അത് നമ്മൾ കാണിക്കുകയാണ് നമ്മൾ അനാഥ പട്ടികളല്ല, നാഥനുള്ള പട്ടികളാണെന്നുള്ളത്. അങ്ങനെ ഒരു ജീവാത്മാവ് വർണ്ണാശ്രമം അനുസരിച്ച് ഭക്തിയുത സേവനം ചെയ്യുകയും ബ്രഹ്മചര്യ ഗ്രഹസ്ഥ വാനപ്രസ്ഥ സന്യാസവും അതുപോലെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്നുള്ള സിറ്റുവേഷൻ എന്നുള്ള വർണ്ണാശ്രമത്തിലെ വിഭാഗങ്ങൾ അനുസരിച്ച് പെരുമാറുമ്പോൾ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ഭക്തിയുത സേവനം ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. ഇനി ജ്ഞാനികളായാലും കർമ്മികളായാലും അഷ്ടാംഗയോഗികളായാലും ഇവരെല്ലാവരും തന്നെ ഭക്തിയുത സേവനത്തിൽ എത്താതെ അവർക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ. എന്നാൽ ഭക്തിയുത സേവനത്തിൽ എത്തുന്ന ഏതൊരു വ്യക്തിക്കും അന്ധകാരത്തിൽ സൂര്യൻ പ്രകാശം കിട്ടുന്ന പോലെയാണ്. കാരണം സൂര്യൻ നിൽക്കുമ്പോൾ അന്ധകാരം കാണില്ല. അതേപോലെ മായ എന്നുള്ളത് അന്ധകാരമായിട്ടും കൃഷ്ണനാണ് സൂര്യനുമായിട്ട് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ വർണ്ണിച്ചിരുന്നു ഇന്നലെ, കഴിഞ്ഞ പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സകൃദേവ പ്രപന്നോയ സ്തവാസ്മിനിതി ജിയാജതേ അഭയം സർവദാ തസ്മൈ ദദാമി ഏതത് വ്രതം മമ. ഇത് കൃഷ്ണന്റെ പ്രോമിസാണ്. അത് നമുക്ക് ആകെപ്പാടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത്, അല്ലയോ കൃഷ്ണ, ഇന്ന് മുതൽ ഞാൻ അങ്ങയുടെ സറണ്ടർ ചെയ്തിരിക്കുകയാണ്, എനിക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല, അങ്ങയെ സെർവ് ചെയ്യുക, അങ്ങയുടെ ശരണാർത്ഥിയാണ് ഞാൻ. ഈ ഒരു ശരണാഗതി വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കി പഠിച്ച് നമ്മൾ ജീവിച്ചു പോവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആയിരിക്കും. കാരണം അത് കൃഷ്ണൻ ആയിരിക്കും അത് കയ്യിൽ കൊണ്ട് നടക്കുന്നത് ജീവിതം. അവിടെയും നമ്മൾ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അത് പൂർണ്ണമായിട്ടും കൃഷ്ണന് കൊടുക്കാനും നമുക്ക് താല്പര്യമില്ല. നമുക്ക് താല്പര്യം എന്താ, നമുക്ക് കുറച്ച് സുഖിക്കണം, ജീവിക്കണം, അങ്ങനെ ഒരു ചിന്തയുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഭഗവാന്റെ സേവ ചെയ്യാം, അത് നടക്കുന്ന കാര്യമില്ല. നമ്മൾ ഒരിക്കൽ ഭഗവാന്റെ ശരണാഗതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ എന്താണോ താല്പര്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ പറഞ്ഞ് നിർത്തിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, കൃഷ്ണൻ്റെ അടുത്ത് നമ്മൾ ഭക്തിയുത സേവനം അല്ലാതെ മറ്റുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ചെല്ലുമ്പോൾ കൃഷ്ണൻ പറയും, ഇവന് എൻ്റെ അടുത്ത് അമൃതമുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് പോയിസൺ ആണ്. ഇവൻ മണ്ടനായിരിക്കാം, പക്ഷെ ഞാൻ മണ്ടനല്ല. അതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്യും, ആ വ്യക്തിയെ നിർബന്ധപൂർവം തൻ്റെ പാദപത്മത്തിലുള്ള സേവയ്ക്ക് കൃഷ്ണൻ നിയുക്തനാക്കും. അങ്ങനെ ചെയ്യുന്നത് വഴി ഒരു വ്യക്തിയുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം മാറും. നമ്മൾ കണ്ടു, ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ധ്രുവ മഹാരാജാവിൻ്റെത്. അപ്പൊ അങ്ങനെയാണ്, അതാണ് കൃഷ്ണന്റെ അപ്രോച്ച് ചെയ്യുന്ന വ്യത്യാസവും മറ്റുള്ള ഡെമിഗോഡ്സിന്റെയും വ്യത്യാസം. നമുക്ക് ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ ബ്രഹ്മാണ്ടങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ജീവാത്മാക്കള് പല പല ജന്മങ്ങളിൽ പലയിടത്തും ജനിക്കുകയും പലയിടത്ത് മരിക്കുകയും ചെയ്യുന്ന ജീവാത്മാക്കള് ആകെപ്പാടെ ഒറ്റ വഴി മാത്രമേ നമുക്ക് അതിൽ നിന്ന് ലിബറേഷൻ ഉള്ളൂ. അത് ഭക്തി അല്ലാതെ വേറെ ഒന്നുമല്ല, ഭക്തിയുത സേവനമല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ഈ നമുക്ക് എന്താ പറയണേ, എങ്ങനെയാണോ ഒരു മനുഷ്യജന്മം കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നത്, സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു
കാളയുടെ കാളവണ്ടിയിൽ കാളയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു തടി കഷ്ണമുണ്ട്, അതിന് യോക്ക് എന്ന് പറയും. ആ തടി കഷ്ണത്തിൽ ഓട്ടയുണ്ട്. ആ ഓട്ട വഴിയാണ് ഒന്നുകിൽ അതിൻ്റെ കയറ് കെട്ടി മറ്റൊരു തടിയായിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പം ആ ഒരു ഓട്ടയുണ്ട്, അതിന് 2 ഓട്ടയാണുള്ളത്, 2 സൈഡിലായിട്ട്. അപ്പം ആ 2 ഓട്ടയുള്ള ആ യോക്ക്, ആ ഒരു തടി കഷ്ണം സമുദ്രത്തിൽ ഇങ്ങനെ തത്തിക്കളിക്കുകയാണ്. സമുദ്രം എന്ന് പറയുന്നത് ഒരിക്കലും നിശ്ചലമല്ല, എപ്പോഴും ഇങ്ങനെ തിരമാലകളുള്ളതാണ്, ഇങ്ങനെ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫ്ലോട്ടിൽ. ആ തിരമാലയിൽ തത്തിക്കളിക്കുന്ന ആ തടിയുടെ ഓട്ടയിലൂടെ സമുദ്രത്തിന്റെ അടിയിൽ വസിക്കുന്ന ഒരു അന്ധനായിട്ടുള്ള ആമ, ആമയ്ക്ക് വെള്ളത്തിൽ ശ്വസിക്കാൻ പറ്റത്തില്ല. ആമ ശ്വാസം പിടിച്ചു വെച്ചിട്ട് പിന്നെ ബ്രീത്ത് ചെയ്യുന്നത്. അത് കഴിയുമ്പം മേളിൽ പോയി ശ്വാസം എടുക്കണം, ഇല്ലെങ്കിൽ ശ്വാസം വിട്ട് മരിക്കുമോ. അതാണ് ആമയുടെ ജീവിതം, അങ്ങനെയാണ്. അപ്പൊ ആ രീതിയിൽ ഇടയ്ക്ക് മേളിലോട്ട് വന്ന് തലയിട്ട് ശ്വാസം എടുക്കും. ഇങ്ങനെ ആമ ഒരു അന്ധനായിട്ടുള്ള ആമയാണ്. അപ്പൊ ആ അന്ധനായിട്ടുള്ള ആമയ്ക്ക് എത്ര ചാൻസ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഈ തത്തി കളിക്കുന്ന തടിയുടെ ഓട്ടയുടെ ഇടയിലൂടെ തലയിട്ട് ശ്വാസം എടുക്കാൻ വളരെ വളരെ വിരളമാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ആമ എന്ന് പറയുന്നത് അന്ധനാണ്, കണ്ണ് കാണാൻ വയ്യ. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ തടി കഷ്ണം വെറുതെ ഫ്ലോട്ട് ചെയ്ത് ഒരിടത്ത് ഇരിക്കുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പലയിടത്തായിട്ട് നടക്കുകയാണ്, ഓളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ആമ പൊങ്ങി വരികയും അത് ആ തടിയുടെ കഷ്ണത്തിന്റെ ഇടയിലൂടെ തന്നെ തലയിടത്തക്ക രീതിയിൽ ഉള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ വിരളമായിട്ടുള്ള സിറ്റുവേഷൻ. എന്നാൽ സ്ക്രിപ്ചേഴ്സ് പറയുന്നത് അതിനെക്കാട്ടിലും വിരളമാണ് ഒരു മനുഷ്യ ജന്മം കിട്ടാനുള്ള അവസരം എന്ന് പറയുന്നത്. ഇതാണ് ശ്രുതികൾ പറയുന്നത്. അങ്ങനെയുള്ള അവസരം കിട്ടുന്ന ഒരു മനുഷ്യജന്മത്തിന്, ആ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞിട്ടും, അത്രയും വിരളമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയിട്ടും ആ വ്യക്തിക്ക് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ അജ്ഞാനമാകുന്ന സമുദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന കപ്പലിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഗുരുനാഥനെ കിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ അത് എങ്ങനെ കിട്ടുന്നു? പുണ്യാന്മാരായിട്ടുള്ള ഭക്തന്മാരുമായിട്ട് സത്സംഗം ചെയ്യുന്നത് കൊണ്ട് മാത്രം. അങ്ങനെ സത്സംഗം ചെയ്യുന്നത് വഴി കൃഷ്ണാവബോധം ആ വ്യക്തിയിൽ ഉണരുന്നു. ഇങ്ങനെ ഭാഗ്യവാന്മാരായിട്ടുള്ള ആൾക്കാർക്കാണ് കൃഷ്ണാവബോധത്തെക്കുറിച്ച് കോണ്ടാക്ട് വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ അസോസിയേഷൻ ഭക്തന്മാരായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഭഗവാന്റെ ധാമത്തിലോട്ട് പോകാൻ അവസരം കിട്ടുന്നു. കാരണം ഭക്തന്മാരുടെ അസോസിയേഷനിൽ, ഭക്തന്മാരുടെ സത്സംഗത്തില് അവര് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നോ, എങ്ങനെ നല്ല നല്ല ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ എൻജോയ് ചെയ്യാമെന്നോ, സൗന്ദര്യത്തിന്റെ പുറകിലോ ഇങ്ങനെയൊന്നുമല്ല പോകുന്നത്. ഭക്തന്മാര് സംസാരിക്കുമ്പോൾ ബോധയന്ത പരസ്പരമാണ് ചെയ്യുന്നത്. അതായത് ഭഗവാനെ കുറിച്ച് മാത്രമാണ് അവർക്ക് സംസാരിക്കാനുള്ളത്, വേറൊന്നും അവർക്ക് സംസാരിക്കാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്തന്മാരല്ലെങ്കിലും ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭഗവാനെ കുറിച്ച് മാത്രമേ സ്മരിക്കുകയുള്ളൂ. അങ്ങനെ ജീവിച്ച് നമ്മുടെ ജീവാത്മാവിന് ഉള്ള വാസനകൾ ഇല്ലാതായി കഴിയുമ്പോൾ നമുക്ക് ഭക്തിയുത സേവനം പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുകയും ഭഗവത് ധാമത്തിലോട്ട് തിരിച്ചെത്തുകയും ചെയ്യും. ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഇപ്പം പരമദിവ്യന്മാരായിട്ടുള്ള പോയറ്റ്സ് ആയാലും ശാസ്ത്രജ്ഞ അല്ലെങ്കിൽ എന്താ പറയണ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരായാലും അവർക്ക് ഭഗവാന്റെ അടുത്തുള്ള ഒരു നന്ദി പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. ഈവൻ ബ്രഹ്മാവിന്റെ ആയുസ് ഉണ്ടെങ്കിൽ പോലും ഭഗവാന്റെ അടുത്ത്, ജീവാത്മാക്കളുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഭഗവാൻ ചെയ്യുന്ന കാരുണ്യം, അതിന് നന്ദി പറയുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഭഗവാൻ തന്നെയാണ് അന്തരംഗത്തിൽ നിന്നും ചൈത്യ ഗുരുവായിട്ടും, ഭഗവാൻ തന്നെയാണ് വെളിയിൽ നിന്നും ഒരു എന്താ പറയാ ആചാര്യനായിട്ടും വർത്തിക്കുന്നത്. അങ്ങനെ ഒരു ജീവാത്മാവിനെ പരിരക്ഷിച്ചുകൊണ്ട്, ജീവാത്മാവിനെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിച്ച് കൊണ്ടുപോയി ഭഗവത് ധാമത്തിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്.
ഇത്രയും ഒരു എന്താ പറയണേ, കൃപാമയായിട്ടുള്ള ഒരു ഭഗവാന്റെ കൃപ നമുക്ക് കിട്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പിശുക്കന്മാരെന്നല്ല, പിശുക്കന്മാരുടെ പിശുക്കൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അവസരമാണ് നമുക്ക് ഭഗവാൻ തരുന്നത്. ഇത് ഭരത മഹാരാജാവ് ഭരതന് രഘുഗണയ്ക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് അല്ലയോ രഘുഗണ, ഏതൊരു വ്യക്തിയാണോ, അല്ലെങ്കിൽ അല്ലയോ രഘുഗണ, ഒരു വ്യക്തി ഭക്തന്മാരുടെ ധൂളി, പാദപങ്കജത്തിലെ ധൂളി തൻ്റെ തലയിൽ വെക്കാതെ ഒരു വ്യക്തിക്ക് ഭക്തിയുത സേവനം കിട്ടുകയില്ല. ഭക്തിയുത സേവനം എന്ന് പറയുന്നത് ജസ്റ്റ് എന്താ പറയാ, തപസ്സും ദാനധർമ്മങ്ങളും അല്ലെങ്കിൽ ഡയറ്റിയെ വർഷിപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, വർണ്ണാശ്രമത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ടോ കിട്ടുകയില്ല. അല്ലെങ്കിൽ സന്യാസത്തിന്റെയോ ഗൃഹസ്ഥയുടെയോ ബ്രഹ്മചര്യത്തിന്റെയോ പാലിക്കുന്നത് കൊണ്ട് കിട്ടുകയില്ല. ഒരു വ്യക്തിക്ക് ആകെപ്പാടെ ഈ ഭക്തിയുത സേവനം കിട്ടണമെങ്കിൽ ഭക്തന്മാരുടെ അസോസിയേഷൻ വേണം. അല്ലാതെ വേറെ എന്തെല്ലാം രീതിയിൽ വേദാധ്യാനം ചെയ്തെന്നോ, ആളുന്ന തീയിൽ നിന്ന് തപസ് ചെയ്തെന്നോ, വെള്ളത്തിനടിയിൽ തണുത്ത വെള്ളത്തിന് അകത്ത് പോയിരുന്ന് തപസ് ചെയ്താലും ഇതൊന്നും കിട്ടത്തില്ല. അത് നമ്മൾ യോഗസിദ്ധി കിട്ടിയെന്നിരിക്കും, പക്ഷെ ഭക്തിയുത സേവനം കിട്ടുകയില്ല. ഭക്തന്മാരുടെ കാലില് പാദത്തില് ഉള്ള അവിടെ നിലനിന്നാൽ മാത്രമേ ഒരു ഭക്തന് ഭൗതികമായിട്ടുള്ള ആസക്തിയിൽ നിന്നും വിരക്തനാവാനും വിമുക്തനാവാനും പറ്റുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ മനുഷ്യജന്മത്തിന്റെ മെയിൻ റീസൺ ആയിട്ടുള്ള ഭഗവാന്റെ പാദപങ്കജത്തിലെത്തുന്നു. ആ പാദപങ്കജമാണ് ആവശ്യമില്ലാത്ത എല്ലാ വിഷമങ്ങളുടെയും എന്താ പറയണേ ഹനിക്കുന്ന കാര്യം. വേറെ ഒന്നും തന്നെ ഈ ഭവസാഗരത്തിൽ നിന്ന് ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താൻ പറ്റുകയില്ല. ഇത് എന്താ പറയണ, ഈ സമയത്ത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് സാധുസംഘ സർവശാസ്ത്രകായ ലവമാത്ര സാധുസംഘ സർവസിദ്ധിഹായ. അതായത് എല്ലാ ശാസ്ത്രങ്ങളുടെയും സ്ക്രിപ്റ്റേഴ്സിന്റെയും വെർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനത്തെ പ്രമാണം എന്ന് പറയുന്നത് ഒരു ലവമാത്ര സാധുസംഘം. അതായത് ഉപ്പിനോള്, നമ്മൾ കറിക്കകത്ത് ഉപ്പിടുമ്പോൾ ഒരു പൊടി ഒപ്പോഴേ ഇടാറുള്ളൂ, അല്ലാതെ നമ്മൾ ടൺ കണക്കിനോ ടിൻ കണക്കിനോ കൊട്ടിയിടാറില്ല. നമ്മൾ ജസ്റ്റ് ഉപ്പിനോളം മാത്രമേ ഉള്ളൂ. അതേപോലെ ആ ടേസ്റ്റ് കിട്ടത്തക്ക രീതി. അതേപോലെ പൊടിയോളം സാധുസംഘം കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാ സക്സസും കിട്ടും. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നാരദ മഹർഷി തന്നെ. നാരദ മഹർഷി ശൂദ്രയുടെ മോനായിട്ട് ജനിച്ചിട്ട് ആ സാധുക്കളെ 4 ചതുർമാസത്തിന്റെ സമയത്ത് സേവിച്ചതിന്റെ റിസൾട്ടായിട്ട് ഭഗവത് ഭക്തി കിട്ടുകയും ഭഗവാനെ കാണുന്നത് എങ്ങനെയാണെന്നും ഭഗവാനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വഴി കിട്ടുകയും ജീവിതത്തിന്റെ സാക്ഷാത്കാരം കിട്ടുകയും ചെയ്തു. ഇനി ഒരു ജീവാത്മാവിന് ഇത്രയും വിരളമായിട്ട് കിട്ടുന്ന മനുഷ്യ ജന്മത്തില് അതിലും വിരളമായിട്ട് കിട്ടുന്ന സാധുസംഘത്തിന്റെ ഒരു വില എന്ന് പറയുന്നത് ഏത് ബ്രഹ്മാണ്ടത്തിൽ ഏത് പ്ലാനറ്റ് കിട്ടിയാലും, അല്ലെങ്കിൽ ഭൗതിക ലോകത്ത് നിന്നും ഭൗതികമായിട്ടുള്ള ആസക്തിയിൽ നിന്നും ലിബറേഷൻ കിട്ടുന്നതിനെക്കാട്ടിലും അത് ഇതിനെക്കാട്ടിലൊക്കെ ഉയർന്ന, അതെന്ത് പറയണം, അതൊക്കെ മേലെയാണത്. അപ്പൊ ജീവാത്മാവിന് ബാക്കി എന്ത് കിട്ടിയാലും അത് മരണം വരെ ഉള്ളൂ. പക്ഷെ ഭക്തിയുത സേവനം കിട്ടിയാൽ അത് അനന്തരമാണ്. ഈ ജന്മത്തിന്റെ മരണം കഴിഞ്ഞാലും നമ്മൾ എവിടെ വെച്ച് ഭക്തിയുത സേവനം ചെയ്തിരുന്നോ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. കൃഷ്ണൻ, ചൈതന്യ മഹാപ്രഭു പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കൃഷ്ണൻ വളരെ മെർസിഫുൾ ആയിട്ട്, ദയാലുവായിട്ട് അർജുനനെ എക്സാമ്പിൾ ചെയ്ത്, അല്ലെങ്കിൽ അർജുനന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉള്ള ഭഗവത്ഗീത ആക്ച്വലി അർജുനന് വേണ്ടി മാത്രമുള്ളതല്ല, അത് എൻറ്റയർ ലോകത്തിനുള്ളതാണ് ഭഗവത്ഗീത. അത് തന്നെയാണ് നമ്മൾ
മാക്സിമം ട്രൈ ചെയ്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൽ ഭഗവാൻ പറയുന്നുണ്ട്, മന്മനാഭവമത് ഭക്തോ മദ്യാജി മാം നമസ്കുരു മാം ഐവേശ്യസ്യം സത്യം തേ പ്രതിജാനെ പ്രിയോസിം. ഇതാണ് പറയണത്. അല്ലാതെ കാരണം ഞാൻ നീ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ടും ഞാൻ ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പറയാണ്. എന്താണ്? മന്മനാഭവമത് ഭക്തോ, എന്നെ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക. മദ്യാജി, എന്നെ വർഷിപ്പിക്കുക, എൻ്റെ ഭക്തനാകുക. മാം നമസ്കുരു, ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയാണെങ്കിൽ, ഈ 4 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൃഷ്ണന്റെ അടുത്ത് നമ്മൾ എത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഐ പ്രോമിസ് യു ദിസ് ബിക്കോസ് യു ആർ വെരി മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഒരു വളരെ അടുത്തുള്ള സുഹൃത്തിൻ്റെ അടുത്ത് പറയുന്ന ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് പറയുന്നത് പോലെയാണ് കൃഷ്ണൻ അർജുൻ്റെ അടുത്ത് പറയുന്നത്. എല്ലാവരും പറയും, ഭഗവത്ഗീതയിലെ പല യോഗങ്ങൾ പറയുന്നുണ്ട്. ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, ഇതെല്ലാം പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഭക്തിയോഗം മാത്രമാണ് ക്രീമെങ്കിൽ എന്തിന് ബാക്കിയുള്ളത് പറഞ്ഞു എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് അല്ലേന്ന്. പക്ഷെ അത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ജീവിതത്തിൽ തന്നെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും, പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ സുഹൃത്തുക്കൾ, വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളുടെ വലയത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ എന്ത് സംസാരിക്കുന്നു അതാണ് ശരിക്കുള്ള നാം എന്ന് പറയുന്നത്. നമുക്ക് ആക്ടേഴ്സിനെ എടുത്താലും പബ്ലിക് ഫിഗേഴ്സിനെ എടുത്താലും അവർക്കെല്ലാം പ്രശസ്തിയും പണവും എല്ലാം കിട്ടുമായിരിക്കും. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഇല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു വിഷാദ രോഗത്തിനും അതിനൊക്കെ അടിമയായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് ആക്ടേഴ്സ് പലർക്കും ഡിപ്രഷനും പിന്നെ അവസാനം മയക്കുമരുന്ന്, കള്ളുകൂടി ഇതിനൊക്കെ പോവുകയും ചെയ്യുന്നതിന് കാരണം അവർക്ക് പൈസ കാണും. ഭൂമിയുടെ ഭൗതിക ലോകത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്തവർക്ക് പൈസയുടെ പുറയിലും പ്രശസ്തി ഇല്ലാത്തവർക്ക് പ്രശസ്തിയുടെ പുറയിലും. ഇത് രണ്ടും ഉള്ള ആൾക്കാർക്ക് ആരുടെയും പുറയിലും ഉണ്ട്, അവർക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലം വേണം. അങ്ങനെയാണ് പ്രശ്നം. എന്ത് കിട്ടിയാലും അക്കരെ പച്ച എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ഭൗതിക ലോകത്തുള്ള എന്തിനും ഒരു പ്രസക്തി ഇല്ല എന്ന് മനസ്സിലാക്കുകയും ആകെപ്പാട് പ്രസക്തിയുള്ളത് ഭഗവാൻ കൃഷ്ണന്റെ പാതാരവിന്ദമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെയാവുമ്പോൾ നമ്മൾക്ക് ഭക്തിയുത സേവനം ചെയ്യാനുള്ള പൂർണ്ണ മനസ്സ് നമുക്ക് കിട്ടുന്നു. ഇതിന് നമുക്ക് ഭഗവത്ഗീത ഹെൽപ്പ് ചെയ്യും. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അടുത്തുള്ള ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും നിൽക്കുമ്പോഴാണ് നാം ശരിക്കുള്ള ആളായി മാറുന്നത്. അങ്ങനെയാണ് കൃഷ്ണൻ അർജുന്റെ അടുത്ത് പറയുന്നത്, അല്ലയോ അർജുന, എൻ്റെ അടുത്ത് വരണമെങ്കിൽ 4 പ്രോസസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. മന്മനാഭവമത് ഭക്തോ മദ്യാജി മാം നമസ്കുരു, ഇത്രയും ചെയ്താൽ മാത്രം. കൃഷ്ണന്റെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ആത്മവിശ്വാസത്തോടെയും പൂർണ്ണമായിട്ടും പാലിക്കാൻ കഴിവുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം ധർമ്മമായിട്ടുണ്ടോ അതിനെല്ലാം കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും. ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കൃഷ്ണനെ കിട്ടുക തന്നെ ചെയ്യും. ഇനി ഭക്തിയുത സേവനം ഉദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് കർമ്മത്തിൽ നിന്നും, കർമ്മഫലത്തിൽ നിന്നും, അതിൻ്റെ ആഗ്രഹത്തിൽ നിന്നും മോക്ഷം നേടണം. അതായത് കർമ്മം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കർമ്മഫലം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഭക്തിയുത സേവനം അവിടെ വളരില്ല. ഒരു വ്യക്തിക്ക് തൻ്റെ എന്താ പറയാ വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് പണി ചെയ്യാം. പക്ഷെ ആ പണി ചെയ്യുന്നതോടുകൂടി തീർന്നു. പണിയുടെ ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടുക എന്നുള്ള ആഗ്രഹം വെച്ച് പുലർത്തരുത്. ഇനി അതിൽ ആദ്യമേ വേണ്ടത് ശ്രദ്ധയാണ്. കാരണം ആദവ് ശ്രദ്ധ തഥാ സാധുസംഗ. കാരണം ആ ശ്രദ്ധ, ഭഗവാൻ എന്നെ രക്ഷിക്കും, ഭഗവാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഈ ശ്രദ്ധ വളരെ ഗുഹ്യമായിട്ടുള്ളതും ഭയങ്കര പൂർണ്ണമായിട്ടുള്ളതായിരിക്കണം. ഇതിനെ ഇങ്ങനെ ഒരു പൂർണ്ണമായിട്ട് ഇതിൽ കിട്ടുമ്പോൾ നമുക്ക് ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റും. അങ്ങനെ ഭക്തിയുത സേവനം ചെയ്യുന്ന വഴിക്ക്
ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മന്മനാഭക്തോ മദ്യാജീമാം നമസ്കരവും ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കും. അപ്പൊ ഇതിനെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ശ്രദ്ധയാണ്. എങ്ങനെയാണോ നമ്മുടെ എന്താ പറയണ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ തന്നെ, അല്ല ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞ പോലെ തന്നെ, യഥാ താര്യോർ മൂല നിശ്ചയിച്ചന, അതായത് റൂട്ട്സിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം എങ്ങനെയാണോ ശാഖകളിലും ഇലയ്ക്കും ബ്രാഞ്ചസിനും എല്ലാത്തിനും കിട്ടുന്നത്, തടിക്കും കിട്ടുന്നത്, അതേപോലെ അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പം വയറ്റിലാണ് കഴിക്കുന്നത്, വയറാണ് ദഹിപ്പിക്കുന്നത്. ആ ദഹന പ്രക്രിയ വഴി കിട്ടുന്ന നറിഷ്മെന്റ് ശരീരത്തിൽ ഉള്ള എല്ലാ അവയവങ്ങൾക്കും കിട്ടുന്നു. അതേപോലെ ഭഗവാൻ കൃഷ്ണനെ സ്മരിക്കുന്ന വഴി, ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് ഭക്തിയുത സേവനം ചെയ്യുന്നത് വഴി ഓട്ടോമാറ്റിക്കലി 30 മുക്കോടി ദേവതമാരും സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ യാതൊരു രീതിയിലും ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഭഗവാൻ കൃഷ്ണനെ ഭക്തിയുത സേവനം ചെയ്യുന്ന, ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് ഭക്തിയുത സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഡെമിഗോഡ്സിന്റെ ദേഷ്യം അല്ലെങ്കിൽ ഡെമിഗോഡ്സിന്റെ ദേഷ്യം അല്ലെങ്കിൽ എന്താ പറയുക കോപം താങ്ങേണ്ടി വരുന്നൊരു ചിത്തം, ഒരു റീസണേ ഇല്ല. കാരണം ഇവിടെ ഭാഗവതത്തിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന കാര്യമാണ്. ഏതൊരു വ്യക്തിയാണോ ഭഗവാനെ പൂർണ്ണമായിട്ടും ഭക്തിയുത സേവനം ചെയ്ത് ഭക്തിയുത സേവനം ചെയ്യണം താല്പര്യമുള്ളത്, ആദ്യമേ ശ്രദ്ധയുള്ളത്, ആ വ്യക്തിക്ക് അയാളുടെ ശ്രദ്ധ അനുസരിച്ച് തന്നെ കനിഷ്ഠാധികാരി അല്ലെങ്കിൽ മധ്യമാധികാരി അല്ലെങ്കിൽ ഉത്തമാധികാരി ആകാൻ പറ്റും. ഈ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ തന്നെ വളർത്തിയെടുത്തുകൊണ്ട് വരേണ്ട ഒരു കാര്യമാണ്. ഇത് നമുക്ക് മറ്റുള്ളവരുടെ നിന്ന് കിട്ടുന്നതല്ല. ഇതാണ് ജീവാത്മാവ് ചെയ്യേണ്ടത്. അത് ആദ്യത്തെ സ്റ്റെപ്പ്. ശ്രദ്ധ എന്ന് പറയുന്നത് അത് നമ്മുടെ കയ്യിൽ നിന്ന് വരേണ്ടത്. ബാക്കി പിന്നെ അത് തഥാ സാധുസംഘ, അത് പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധുസംഘത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തു നിന്നുള്ള അസോസിയേഷനിൽ നിന്നും കിട്ടുന്നതാണ്. ഒരു വ്യക്തിക്ക് ഭയങ്കര ലോജിക്കുണ്ട്, തർക്കിച്ച് വാദിച്ച് തോപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാൾക്ക് സ്ക്രിപ്റ്റേഴ്സ് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള തർക്കം കൊണ്ടോ ലോജിക്ക് കൊണ്ടോ മാത്രം ഒരാൾ ഭക്തനാവുന്നില്ല. പക്ഷേ ഒരു വ്യക്തി ഒരു ഭക്തനാണ്, പൂർണ്ണമായിട്ട് ശ്രദ്ധ കൃഷ്ണനിലുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ലോജിക്കും ആർഗ്യുമെന്റും തർക്കശാസ്ത്രവും ഇതെല്ലാം അറിയാമെങ്കിൽ, സ്ക്രിപ്റ്റേഴ്സും അറിയാമെങ്കിൽ, ആ വ്യക്തിയെ ഉത്തമാധികാരി എന്ന് പറയുന്നു. ആ ഉത്തമാധികാരിക്ക് ഏതൊരു വ്യക്തിയുടെ അടുത്തും കൃഷ്ണന്റെ സൂപ്രമസിയെ കുറിച്ച് തർക്കിച്ച് ജയിക്കുന്നതിന് സാധിക്കും. ഏതൊരു വ്യക്തിയുടെ അടുത്തും ലോജിക്കലി കൃഷ്ണന്റെ സൂപ്രമസിയെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉത്തമാധികാരിക്ക് നിഷ്ഫലം സാധിക്കും. അങ്ങനെയുള്ള ഒരു ഉത്തമാധികാരിക്ക് പോലും ഈ ലോകത്തെ കംപ്ലീറ്റ് ഡെലിവറി ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഉത്തമാധികാരി അറിവുള്ളപ്പെടുത്ത അനുസരിച്ച് ഈ തർക്കശാസ്ത്രം അറിയാം, ലോജിക്കും അറിയാം, ഇതെല്ലാം ഉണ്ടെങ്കിലും വിനയവും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എക്സാമ്പിളിന് ചൈതന്യമാവ് പ്രഭു പറയുന്നത്, ഒരു മാവ് കുലച്ച് നിൽക്കുക, ഫുള്ളും മാമ്പഴങ്ങളായിട്ട്. അങ്ങനെയുള്ള മാവ് നമുക്ക് ഒരിക്കലും അങ്ങനെയുള്ള ഒരു മാവ് നിവർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം മാമ്പഴം വരുമ്പം അതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ശക്തിയാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാരം കൊണ്ട് ബ്രാഞ്ചസ് എല്ലാം, ശാഖകളെല്ലാം കുനിയുന്നതായിട്ടാണ് വളഞ്ഞാണ് നിൽക്കുന്നത്. ഇതേപോലെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിക്ക് അറിവും നോളജും ലോജിക്കും തർക്കശാസ്ത്രവും എല്ലാം ഉണ്ടെങ്കിലും അയാളുടെ തല നൂർന്നല്ല ഇരിക്കുന്നത്. അയാളുടെ തല എപ്പോഴും മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ കുനിഞ്ഞ്, ഞാനാണ് ഏറ്റവും എളിമയായിട്ടുള്ള ആള്, ബാക്കി എല്ലാവരും എന്നെക്കാട്ടിലും പ്രോഗ്രസ്ഡ് ആണ്, എന്നെക്കാട്ടിലും നല്ല ഭക്തരാണ് എന്നുള്ള ചിന്ത കാരണം ആ ഉത്തമാധികാരിക്ക് പ്രീച്ചിങ് നടക്കത്തില്ല. കാരണം ഉത്തമാധികാരി വിചാരിക്കുന്നത് ആരെ കണ്ടാലും, ഏറ്റവും അധമനായിട്ടുള്ള ഒരാളെ കണ്ടാലും
ഉത്തമാധികാരി വിചാരിക്കുന്ന ഇവൻ എന്നെക്കാട്ടിലും എത്രയോ നല്ലതാണ്, ഞാൻ ഇതിനെക്കാട്ടിലും എത്രയോ വസ്സാണ്, എത്ര എത്ര ജന്മങ്ങളായിട്ട് ഞാൻ ഇവിടെ കൃഷ്ണന്റെ വിമുഖനായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ എനിക്കിങ്ങനെ ഇവനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവന് ഇതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ എന്താ പറയണ ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ട് എന്നെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നുണ്ടല്ലോ. ഇവനൊരു കള്ളുടിയനാണെന്നൊക്കെ, എന്നിട്ട് അവനെ ആൾക്കാരെ ഉപദ്രവിക്കുകയാണ്. അപ്പൊ ഈ ഉപദ്രവം ആൾക്കാർക്ക് കൊടുക്കുന്നത് വഴി ആൾക്കാർക്ക് അവബോധം ഉണ്ടാകുകയാണ് ഈ ഭൗതിക ലോകത്ത് ഭയങ്കര ദുഃഖമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടീച്ചറാണ് ഇവൻ. ഞാനാണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ഭക്തിയുത സേവനം ചെയ്യുന്നതിൽ നിന്നും വിമുഖനായിട്ട് ഭൗതിക ലോകത്തിൽ ആസ്വദിച്ച് ഞാൻ എത്രയോ ജന്മങ്ങൾ കളഞ്ഞു. അപ്പൊ എന്നെക്കാട്ടിലും ഭേദം ഇവനാണ് എന്ന് പറഞ്ഞു. ആ രീതിയിൽ ഞാൻ എക്സാമ്പിൾ പറയാണ് ഉത്തമ അധികാരി എങ്ങനെയാ ചിന്തിക്കുന്നതെന്നുള്ളത്. ഇങ്ങനെ ഉള്ള ഉത്തമാധികാരിക്ക് ഭക്തി രസാമൃത സ്ഥിതിയിലും പറയുന്നുണ്ട് ഏറ്റവും ഹയസ്റ്റ് ക്ലാസ് ആണ്. കാരണം ഭക്തിയുത ആർഗ്യുമെന്റ് വെച്ചാലും സ്ക്രിപ്ചറൽ ആർഗ്യുമെന്റ് വെച്ചാലും ആൾക്കാരെ കൃഷ്ണ കോൺഷ്യസ്നസിൽ കൊണ്ടുവരാൻ ഉത്തമാധികാരിക്ക് കഴിവുണ്ട്. ഇനി ചില സമയത്ത് രണ്ടാമത്തെ അധികാരി എന്ന് പറയുന്നത് മധ്യമാധികാരി എന്നാണ്. അവർക്ക് വളരെ കുറച്ച് സോഫ്റ്റ് ആണ്. അവര് ഭക്തിയുത സേവനം തുടങ്ങി, ഓക്കെ, പക്ഷേ കൃഷ്ണന്റെ അടുത്തുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത് കുറച്ച് മാലിയബിൾ അല്ലെങ്കിൽ പ്ലയബിൾ ആണ്. അതായത് തൊട്ട താഴ്ന്നു പോകുന്നതാണ്. ആൾക്കാർ ഇപ്പം ലോജിക്ക് കൊണ്ട്, ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീരാമൻ മാംസം കഴിച്ചിട്ടില്ലേ, ശ്രീരാമൻ സീതയെ എന്തിനാണ് വിട്ടത്, കളഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ശരിയാണല്ലോ, ശ്രീരാമൻ അങ്ങനെ ചെയ്തതല്ലോ, അല്ലെങ്കിൽ ശ്രീരാമൻ ബാലിയെ കൊന്നത് അപരാധമല്ലേ, തെറ്റല്ലേ ചെയ്തത്, ശരിയാ, ഒളിഞ്ഞു നിന്ന് അമ്പ ചെയ്തത് അത് ക്ഷത്രിയ ധർമ്മത്തിന് അഗൻസ്റ്റ് അല്ലേ, അതുമല്ല ഒരു കുരങ്ങനെയാണ് കൊല്ലുന്നത്, ഇതൊക്കെ ശരി, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ഗണേശന്റെ തല വെട്ടിക്കളഞ്ഞു, അപ്പൊ തല പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത ദൈവമാണോ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഓരോരുത്തർ ചോദിക്കുമ്പോഴത്തേക്ക് അയ്യോ അത് ശരിയാണല്ലോ, ശിവന് തന്റെ ഭാര്യയുടെ മരണത്തിൽ ഇത്രയും കരഞ്ഞു, കൃഷ്ണനാണെങ്കിൽ ഇത്രയും പത്നിമാരുണ്ട്, ഇതൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് അത് ശരിയാണല്ലോ, ഇതിനകത്ത് എന്തോ ശരിയുണ്ടല്ലോ, ഞാനിപ്പം ചെയ്ത് ഭക്തിയുത സേവനമൊക്കെ തെറ്റാണോ എന്നുള്ള ചിന്ത വരും. അങ്ങനെ വരുന്ന ആൾക്കാരെയാണ് മധ്യമാധികാരി എന്ന് പറയുന്നത്. കാരണം അയാളുടെ ശ്രദ്ധ അത്രയും സ്ട്രോങ് അല്ല. കാരണം പുള്ളിക്കാരൻ ഭക്തിയുത സേവനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരെ മധ്യമാധികാരി എന്ന് പറയുന്നു. ഇപ്പം ഓക്കെ, ഭഗവാനെ ഓക്കെ ഭക്തിയുത സേവനത്തിൽ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഒരു വ്യക്തിക്ക് എല്ലാ ജീവാത്മാവിൻ്റെയും ഉള്ളിൽ ഭഗവാനുണ്ടെന്ന് മനസ്സിലാവും. എല്ലാ ജീവാത്മാക്കളെയും നയിച്ചുകൊണ്ട് നടത്തുന്നത് ഭഗവാനാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ സ്വരൂപം എല്ലാ ജീവാത്മാക്കളിലും എല്ലാത്തിലും കാണാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ഉത്തമാധികാരിയായിട്ട് മാറും. എന്നാ മധ്യമാധികാരി എന്തായിരിക്കും? പുള്ളിക്കാരനെ ഇവൻ ശ്രേഷ്ഠനാണ്, ഇവൻ അധമനാണ്, ഇവൻ എന്നെക്കാട്ടിലും ശ്രേഷ്ഠനാണ്, ഇവൻ എന്നെക്കാട്ടിലും അധമനാണ്, ഇങ്ങനെയുള്ള കമ്പാരിസൺ ഉണ്ട്. ഇവനെ മധ്യമാധികാരി നിയോഫേസ്, അതായത് കനിഷ്ഠാധികാരികളെയും ഉത്തമാധികാരിയെയും തിരിച്ചറിയും. ഈ ഭൗതികമായിട്ടുള്ള ഗ്രഡേഷൻസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഈ മധ്യമാധികാരിക്ക് പ്രീച്ച് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഉത്തമാധികാരിയായിട്ടുള്ള ആൾക്കാർ പ്രീച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞു. അവർ പ്രീച്ച് ചെയ്യാത്തതിന് കാരണം അവരേറ്റവും വിനയാന്വിതരായിട്ടിരിക്കും. അവരുടെ മധ്യമാധികാരി ലെവലിൽ വന്നിട്ടാണ് പ്രീച്ച് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഡിവോട്ടീസിലെ ഭജനാനന്ദീസ് ഉണ്ട്. ഭജനാനന്ദീസ് എന്ന് പറയുന്നത് അവർ അവരുടെ സ്വന്തം കാര്യം ഭജനം ചെയ്തുകൊണ്ടിരിക്കും. അവർ പ്രീച്ചിങ്ങിന് പോയില്ല. അവർക്ക് ആനന്ദം കിട്ടുന്നത് അവരുടെ സ്വന്തമായിട്ടുള്ള പ്രക്രിയയിലാണ്. സ്വന്തമായിട്ട് ഡിവോഷണൽ സർവീസ് ചെയ്യുക, ഭഗവാനെ സേവിക്കുക, അതിലൂടെ തീർന്നു. അത് ഭജനാനന്ദീസ് എന്ന് പറയും. പക്ഷേ പ്രീച്ചിങ് ആണ് നമ്മുടെ മിഷൻ. ചൈതന്യ മഹാപ്രഭു പറഞ്ഞേക്കുന്നത്
ആരെ കണ്ടാലും ആരെ കണ്ടാലും കൃഷ്ണന്റെ ബോധം കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ ആണ് നമ്മൾ പ്രേമാനന്ദീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ പ്രീച്ച് ചെയ്ത് കൊടുക്കുന്നത്, പ്രേമം കൊടുക്കുക. അങ്ങനെയുള്ള പ്രീച്ചിങ് ചെയ്യണമെങ്കിൽ നമുക്ക് മധ്യമാധികാരിയിൽ നിന്നും ഉത്തമാധികാരിയുടെ ലെവലിൽ എത്തിയാലേ പ്രീച്ച് ചെയ്യാൻ പറ്റും. ഉത്തമാധികാരി. ഇനി പ്രാകൃത ഭക്ത അല്ലെങ്കിൽ കനിഷ്ഠാധികാരി എന്ന് പറയുന്നത് അവര് ശാസ്ത്രങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കത്തില്ല. അതനുസരിച്ച് എങ്ങനെയാണ് ഡിവോഷണൽ സർവീസ് ചെയ്യണം അതൊന്നും അവർക്ക് അറിയില്ല. പക്ഷേ ഇത് പഠിക്കാത്തതുകൊണ്ട് അവർക്ക് കൃഷ്ണന്റെ അടുത്ത് ഒരു ആസക്തിയുണ്ട്. പക്ഷെ ഇത് പഠിക്കാത്ത കാരണം അവർ മറ്റുള്ള ഭക്തന്മാരെ എങ്ങനെ കെയർ ചെയ്യണമെന്നോ എങ്ങനെ വില കൽപ്പിക്കണമെന്നോ അവരറിയത്തില്ല. ഈവൻ നമ്മുടെ കാര്യത്തിൽ പോലും നമ്മളുടെ ഇടയിൽ ഭക്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സത്സംഗത്തിൽ വരുമ്പോൾ പോലും ഇവൻ എന്നെ പിച്ചി അവൻ എന്നെ നുള്ളി എന്നുള്ള രീതിയിൽ പരസ്പരം കുറ്റപ്പെടുത്തും. ഇവന് ഒരു പ്രോഗ്രാമിന് വരിക, ഇമാജിനറി ആയിട്ടുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത്. ഒരു പ്രോഗ്രാമിന് വന്നു, ഇപ്പൊ നമ്മുടെ ഇപ്പം കൊല്ലത്തിലെ സത്സംഗത്തിന്റെ പ്രോഗ്രാമിന് വന്നു. സൺഡേസ് ആണല്ലോ പ്രോഗ്രാം. അപ്പം പ്രഭുജീസ് വന്നിട്ട് ചെരുപ്പ് ഊരുകയാണ്. പ്രോഗ്രാമിന് ഹോളിലോട്ട് കയറുന്ന മുമ്പ് ചെരുപ്പ് ഊരുക. വെളിയിൽ ചെരുപ്പ് ഊരിയപ്പം ഞാൻ എൻ്റെ ചെരുപ്പ് ഊരി വെച്ചു. ഞാൻ അങ്ങോട്ട് അകത്തോട്ട് ഒരു 2 അടി വെച്ചപ്പോഴത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ചെരുപ്പിനെ നോക്കി. കാരണം എനിക്ക് ചെരുപ്പിൻ്റെ അടുത്ത് ഭയങ്കര ആസക്തിയാണ്. അപ്പം എൻ്റെ ചെരുപ്പ് എന്താ പറയുക, സുഖമായിട്ടിരിക്കുകയാണോ അല്ലെങ്കിൽ അതിന് AC ഉണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താണ്ട് ഞാൻ കാണുന്നത് ആദികർത്ത പ്രഭു വന്നിട്ട് പ്രഭുവിൻ്റെ എൻ്റെ ചെരുപ്പിൻ്റെ മണ്ടയിൽ ചവിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ, പ്രഭു ഇതെന്താ ചെയ്യുന്നത്, എൻ്റെ ചെരുപ്പിന് മണ്ടേ ചവിട്ട് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കിടുന്ന പിക്കപ്പ് ഒരു ഫൈറ്റ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ അത് ഞാൻ അവിടെ മനസ്സിൽ വെച്ചിട്ട് കുറെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിലായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുമ്പോഴായിരിക്കും, പ്രഭുജി കൂടുതൽ പറയുന്നുണ്ട്, എന്ത് അവിടെ നിന്ന് മറ്റുള്ളവരുടെ ഇവിടെ ഭക്തിയുത സേവനത്തിൽ മറ്റുള്ള വൈഷ്ണവരെ ബഹുമാനിക്കണം എന്നാണ് പറയണത്, പ്രഭു എൻ്റെ ചെരുപ്പിനെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ സംസാരിക്കുക. ഈ രീതിയിലേക്കാണ് നമ്മൾ വഴക്കിടുന്നത്. എന്നെ പിച്ചി, എന്നെ കുത്തി, എന്നെ നുള്ളി എന്നുള്ള രീതിയിൽ വഴക്കിടുമ്പോൾ നമുക്ക് കനിഷ്ഠാധികാരിയുടെ ലെവൽ പോലും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കും. കാരണം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള വൈഷ്ണവരായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നമുക്ക് അറിയത്തില്ല. മറ്റുള്ള വൈഷ്ണവരെ നമ്മൾ ഭൗതികമായിട്ടുള്ള ലെവലിലാണ് താരതമ്യപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യജന്മത്തിന് എത്ര വിരളമാണ് ആ മനുഷ്യജന്മമെന്നും അതിലും കടലും വിരളമാണ് ഒരു ഭക്തനായിട്ട് സംഘം ചെയ്യാൻ പറ്റുന്നതെന്നും ഉള്ള അവബോധം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ പെരുമാറുന്നത് തന്നെ. എന്നാൽ നമ്മൾ ശാസ്ത്രം പഠിക്കുകയും അതനുസരിച്ച് നമ്മൾ പാലിക്കുകയും ചെയ്യുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിലാണെങ്കിലും ഇപ്പൊ എനിക്ക് ആ ചെരുപ്പിൻ്റെ അടുത്തുള്ള ആസക്തിയുണ്ട്. എൻ്റെ പുതിയ ചെരുപ്പായിരിക്കാം, ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച് ഭയങ്കര വില കൂടിയ ചെരുപ്പായിരിക്കാം, അത് ഇട്ടിട്ട് ഞാൻ പോയി ആസക്തി കാരണം തിരിഞ്ഞു നോക്കി ഞാൻ നോക്കുമ്പം ഇവിടെ ആദികീർത്ത പ്രഭു എന്നെ ചവിട്ടി നിൽക്കുകയാണെങ്കിൽ അത് ഓക്കെ, എനിക്ക് ആ ചെരുപ്പിൻ്റെ അടുത്ത് ആസക്തി ഉണ്ട്, അത് ഇല്ലാതാക്കാൻ വേണ്ടി കൃഷ്ണൻ അയച്ചു തന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ആ വൈഷ്ണവൻ അത് ചവിട്ടി നിൽക്കുന്നത് മനസ്സിലാക്കുമ്പം എനിക്ക് മനസ്സിലാവണം അത് എത്ര തൃണമാണ്, ആ ഒരു ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിവിടെ ചെരുപ്പ് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറയണത്. എന്തായാലും അത് എത്രയും തൃണമാണ്. വൈഷ്ണവൻ അതിനെ ചവിട്ടി നിൽക്കുകയാണ്, അതിന് യാതൊരു വിലയും കൊടുത്തിട്ടില്ല ആ വൈഷ്ണവൻ. പിന്നെ എന്തിനാണ് ഞാൻ അതിനകത്ത് ആസക്തനായിട്ടിരിക്കുന്നത് എന്നുള്ളൊരു അവബോധത്തിൽ നമുക്ക് വരാൻ പറ്റും. അതാണ് ശാസ്ത്രം നമുക്ക് തരുന്ന അറിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേദങ്ങളാണ് നമ്മുടെ അമ്മ എന്ന് പറയുന്നത്. കാരണം അമ്മയാണ് നമുക്ക് കൾച്ചർ തരുന്നത്, അച്ഛനല്ല കൾച്ചർ തരുന്നത്, അമ്മയാണ് കൾച്ചർ തരുന്നത്. അമ്മ കൾച്ചർ, അതുകൊണ്ട് തന്നെയാണ് മക്കള് ചീത്തയാവുമ്പോൾ അമ്മയെ ചീത്ത വിളിക്കുന്നത്. അമ്മയ്ക്ക് പേര്, മക്കൾ നന്നാവുമ്പോൾ അമ്മയുടെ പേരിൽ പ്രശസ്തരാകുന്നത്. നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വാരിയേഴ്സും, കർണനായാലും ഭീഷ്മരായാലും അർജുനനായാലും എല്ലാവരും അമ്മയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അവരെ അർജുനന്റെ പേരിൽ, അച്ഛന്റെ പേരിലല്ല, അമ്മയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം അമ്മയാണ് കൾച്ചർ കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ കൾച്ചർ നമുക്ക് തരുന്നത് വേദങ്ങളാണ്, ശാസ്ത്രങ്ങളാണ്. ഈ വേദങ്ങൾ പഠിക്കുകയും ഈ ശാസ്ത്രങ്ങൾ പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ള ഡിവോട്ടീസുമായിട്ട് എങ്ങനെ ഇടപഴകാം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സത്സംഗം ചെയ്യാൻ അവസരം കിട്ടിയേക്കുന്ന ഒരു വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ
ആ സത്സംഗത്തിൻ്റെ ഉള്ള മഹത്വം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം വൈഷ്ണവനെയും നമ്മൾ ആ രീതിയിൽ കാണും. ആ രീതിയിൽ കാണും നമ്മളെക്കാട്ടിലും സുപ്പീരിയർ ആയിട്ട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് പിന്നെ അവജ്ഞ കുറയും. അവജ്ഞ കുറയുമ്പോൾ നമുക്ക് എളിമ വരും. അതാണ് ഈ ഭക്തിയുത സേവനത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഒന്നിച്ചു നിന്ന് സേവ ചെയ്യാം എന്നുള്ളതായിരിക്കും. ഇപ്പോൾ ചില വൈഷ്ണവരാണെങ്കിൽ ചിലർ ആലോചിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് എല്ലാവരുമായിട്ട് കൂടെ പോകാൻ പറ്റും, പക്ഷെ ഇന്ന ഒരു വൈഷ്ണവനെ അല്ലെങ്കിൽ വൈഷ്ണവിയുടെ അടുത്ത് പറ്റത്തില്ല. അതും നടക്കാൻ കാരണം നമ്മുടെ തന്നെ കൽമശങ്ങളാണ്. നമ്മളടുത്ത് ഒരു വൈഷ്ണവന് ഉപദ്രവിക്കുന്ന രീതി പെരുമാറിയാലും അതിലും കൃഷ്ണന്റെ കൈ ഹാൻഡ്സ് കണ്ട് അതിനെ ക്ഷമിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്യുകയും, ആ പ്രവൃത്തി നല്ലതായിരിക്കണം, ഭഗവാന്റെ ഭക്തിയുത സേവനമായിരിക്കണം, അങ്ങനെ നമ്മൾ ജീവിച്ചു പോവുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ പ്രാകൃത ഭക്ത അല്ലെങ്കിൽ കനിഷ്ഠ അധികാരി എന്ന് പറയുമ്പം പുള്ളിക്കാരന് ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഡയറ്റിയുടെ അടുത്ത് ഭയങ്കര ആസക്തിയായിരിക്കും. കൃഷ്ണന്റെ ഡയറ്റ് കണ്ട് തൊട്ട് വീഴുകയും കാല് വീഴുകയും എല്ലാം ചെയ്യും. പക്ഷെ ഭക്തരെ അതൊരു പുള്ളിക്കാരൻ ആദരിക്കില്ല. ഭക്തരെ സാധാരണ ഒരു വ്യക്തിയായിട്ടും ഭൗതികമായിട്ടുള്ള ഒരാളായിട്ടും കൺസിഡർ ചെയ്യും. പക്ഷേ എപ്പോ ആ വ്യക്തി ശാസ്ത്രങ്ങളിൽ നിന്നും ശ്രദ്ധ കിട്ടി ശാസ്ത്രങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു, ആ സമയത്ത് ഭഗവാന്റെ തന്നെ ദിവ്യമായിട്ടുള്ള ഗുണങ്ങളെല്ലാം ഇങ്ങനെയുള്ള ഒരു ഭക്തനിൽ വളരുന്നു. നമ്മൾ നേരത്തെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 64 ഗുണങ്ങളും പൂർണ്ണമായിട്ടിരിക്കുന്നയാളാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ആ 64 ഗുണങ്ങളും വൈഷ്ണവനിലും പ്രതിഫലിക്കാൻ തുടങ്ങും. അതിൽ 50ഉം പൂർണ്ണമായിട്ട് നമുക്ക് വരുമ്പോഴാണ് ബ്രഹ്മാവിന്റെ ലെവലിൽ എത്തുന്നത് നമ്മൾ പറഞ്ഞു. എന്നാൽ ഭക്തന്റെ കാര്യത്തിൽ ഭഗവാന്റെ 64 ഗുണങ്ങളും ഭഗവാൻ കൊടുക്കാൻ തയ്യാറാണ്. ഹരേ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് അനന്യമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ ഡെമിഗോഡ്സ് പോലും അങ്ങനെയുള്ള ഒരു ഭക്തനെ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം എനിക്ക് ഓർമ്മയില്ല, ഒരു പുരാണത്തിലെ ഭവിഷ്യപുരാണത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞേക്കുന്നത്, ഭക്തന്മാര് കലിയുഗത്തില് രണ്ട് കൈ പൊക്കി അവരുടെ കാല് നിലത്ത് മുട്ടത്തുമില്ല. അതായത് നമ്മൾ ഇപ്പം ഹരേ കൃഷ്ണ കീർത്തനത്തിൽ നമ്മൾ കൈ പൊക്കിയിട്ടാണല്ലോ ചാടുന്നത്. ആ പ്രോസസ്സിനെ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. പുരാണം എന്ന് പറയുന്നത് 5000 വർഷം മുമ്പ് എഴുതിയേക്കുന്ന സാധനം. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, രണ്ട് കൈയും പൊക്കി കലിയുഗത്തില് ഭക്തര് ചാടും, ഉയർന്നു ചാടും, ഭൂമിയിൽ നിന്ന് ചാടും. അവരുടെ കാല് ഭൂമിയിൽ തൊടത്തില്ല എന്നാ പറയുന്നത്. അങ്ങനെ ഉള്ള ഭക്തര് കൈ പൊക്കി, അതായത് സ്വർഗം, മേലിലെ സ്വർഗമാണല്ലോ ഇരിക്കുന്നത്, അപ്പൊ സ്വർഗത്തിലോട്ട് കൈ പൊക്കി ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നത് വഴി ആ സ്വർഗത്തിലിരിക്കുന്ന ഡെമിഗോഡ്സ് അവരാണ് നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ആക്ച്വലി ഉദാഹരണത്തിന് കൈ പൊക്കാൻ ഇന്ദ്രനാണ് സഹായിക്കുന്നത്. നമ്മുടെ ജഠരാഗ്നി, മൈത്രൻ, അങ്ങനെയുള്ള ഡെമിഗോഡ്സ് നമ്മുടെ ഓരോ നമുക്ക് മൂത്രമൊഴിക്കുന്നതിനായാലും മലം വസിക്കുന്നതിനായാലും കണ്ണ് കാണുന്നതിനായാലും ഇതിനെല്ലാം ചന്ദ്രസൂര്യന്മാർ എല്ലാവരും മനസ്സ് ചന്ദ്രന്, അങ്ങനെ ഓരോന്നും സ്കിന്നിന്റെ പ്രതിഫലനം, വർക്കിങ്, ഇതെല്ലാം ഓരോ ഡെമിഗോഡ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ആ ഡെമിഗോഡ്സിനും നമ്മൾ ചെയ്യുന്ന ഹരേ കൃഷ്ണൻ മഹാമന്ത്രം ജപിക്കുന്നതിന്റെ പുണ്യം കിട്ടുന്നു എന്നാണ്. ഇങ്ങനെ ഉള്ള ബ്രഹ്മൻ പറയണത്, ആ ഡെമിഗോഡ്സ് അത് കണ്ടിട്ട് ഈ കൈ പൊക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന അവരിലെല്ലാം കൃതാർത്ഥരാണ്. കാരണം നമ്മൾ ചാൻഡ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് അവർക്കും കൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള ഡെമിഗോഡ്സ് ഒരു ഭക്തൻ ഭഗവത് ഭക്തനായി മാറുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുർഗാദേവിയാണ്. കാരണം ദുർഗാദേവിയാണ് ഈ ജയിലിന്റെ ജയിലർ. തൻ്റെ കയ്യിൽ നിക്ഷിപ്തമായിട്ടുള്ള ഡ്യൂട്ടി പെർഫെക്റ്റ്ലി ചെയ്തു തീർത്തതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം ദുർഗാദേവിക്ക് കിട്ടുന്നു. കാരണം ഒരു ജീവാത്മാവിനെ ഭഗവാന്റെ സെപ്പറേറ്റഡ് പാർട്ടായിട്ടുള്ള ബഹിരംഗ തടസ്സ ശക്തിയായിട്ടുള്ള ജീവാത്മാവിനെ
ദുർഗാദേവിക്ക് കൊടുത്തിട്ട് ജയിലറായിട്ട് ജയിലിൽ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ്? ജയിലിൽ വെച്ച് എപ്പോഴും എറ്റേണലി പണിഷ് ചെയ്യാനല്ല, ആ വ്യക്തിയുടെ കൽമശങ്ങളെല്ലാം മാറ്റി ഭഗവത് ധാമത്തിലോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ജയില് അല്ലെങ്കിൽ ഈ ഭൂലോകം എന്ന് പറയുന്നത് ഇരിക്കുന്നതിന്. അപ്പൊ അതില് ഉള്ള തൻ്റെ കടമ പൂർണ്ണമായിട്ടും തീർത്തു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം ദേവിക്കും കിട്ടുന്നു. ഇങ്ങനെ ഭക്തന്മാരുടെ കാര്യത്തിൽ ഭക്തന്മാരുടെ ക്വാളിറ്റി കിട്ടുമ്പോൾ ഭക്തന്മാരുടെ ഗുണങ്ങൾ കണ്ടിട്ട് ഡെമിഗോഡ്സിന് വരെ സന്തോഷമാകും. ഇതിന് കാരണം എന്ന് പറയുന്നത് ഭഗവാന്റെ ക്വാളിറ്റീസ് ഡിവോട്ടീസിൽ കിട്ടുന്നുണ്ട്. ഭാഗവതത്തില് ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് തിതിക്ഷവ കാരുണിക സുഹൃത് സർവദേഹിനാം അജാതശത്രു ശാന്ത സാധവ സാധുഭൂഷണ. ഇത് ഭഗവാന്റെ ഭക്തന്മാരുടെ ക്വാളിറ്റീസ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ്. അതുപോലെ തന്നെ മഹത് സേവായം, അതായത് ഡിവോട്ടീസിനെ സേവ ചെയ്യുക എന്ന് പറയുന്നത് ഭക്തന്മാരുടെ ആഭൂഷണമാണ്. നേരത്തെ പറഞ്ഞ ഇതില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡുണ്ട്, അതായത് അജാതശത്രുഹ എന്ന്. അജാതശത്രു, ശത്രു ജനിച്ചിട്ടില്ല. ഓക്കെ, അജാതശത്രു, അതായത് ശത്രു ജനിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഡിവോട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പിച്ചി, എന്നെ മാന്തി, എന്നെ നുള്ളി എന്നുള്ള രീതിയിൽ ഒരു ശത്രുത തന്നെ വരുത്തില്ല ഒരു ഭക്തനാണെങ്കിൽ. ആ നമ്മളെല്ലാം തന്നെ നമുക്ക് ആ ലെവലിലോട്ട് ഉയരണം. അതുപോലെ തന്നെ സുഹൃത സർവദേഹിനാം എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. എല്ലാ ജീവജാലങ്ങളും തൻ്റെ ഫ്രണ്ടാണെന്ന് ഉള്ള വിശ്വാസം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വിശ്വാസമാണ് ഇങ്ങനെ സുഹൃതം സർവദേഹിനാം എന്ന് പറഞ്ഞ് വർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഭഗവാന് വളരെയധികം സന്തോഷം വരും. ഒരു അച്ഛനും അമ്മയ്ക്കും തൻ്റെ 2 മക്കളുണ്ടെന്ന് വയ്ക്കുക, അവർ രണ്ടുപേരും പരസ്പരം വഴക്കിടുകയാണെങ്കിൽ സന്തോഷം വരുമോ? അതോ രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണോ സന്തോഷം വരുന്നത്? അതേപോലെ തന്നെ ആണ് കൃഷ്ണനാണ് നമ്മുടെ അച്ഛൻ. നമ്മളെല്ലാവരും കൃഷ്ണന്റെ മക്കളാണ്. അപ്പം നമ്മളെ മറ്റുള്ള മക്കളുടെ അടുത്ത് ഒരേപോലെ കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിച്ച് പോകുമ്പം നമ്മുടെ അടുത്ത് കൃഷ്ണ ഭഗവാനും വളരെയധികം സന്തോഷം വരുത്തും. ഇതേപോലെയാണ് ഭക്തന്മാര് പെരുമാറേണ്ടത് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇനി കൃഷ്ണൻ ചൈതന്യമാവ് പറയുന്നത് മറ്റുള്ള കുറച്ചുകൂടി ക്വാളിറ്റീസ് പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ വെച്ച് ഇന്നും നിർത്താം. എനിക്ക് 11:30 വേറൊരു മീറ്റിംഗ് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പ്രഭു ഹരേ കൃഷ്ണ. പ്രഭു നമ്മുടെ പ്രഭു ഒരു കഥ പറഞ്ഞില്ലേ ആമയുടെ, അത് എന്തുവാ പ്രഭു? ഒന്നൂടെ വ്യക്തമാക്കി തരുമോ? അതായത് നമ്മുടെ കാളവണ്ടിക്ക് പൂട്ടുന്ന തടിയുണ്ടല്ലോ, അതിനെന്താ പറയുന്നത്? ഇംഗ്ലീഷില് യോക്ക് എന്ന് പറയും. നുഖത്തിന് 2 ഓട്ടയുണ്ടല്ലോ, അവിടെയാണല്ലോ കയറ് കെട്ടി അതിനെ ബന്ധിപ്പിക്കുന്നത്. ആ ഓട്ട ഉള്ള നുഖം ഇങ്ങനെ സമുദ്രത്തിൽ ഇങ്ങനെ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നുഖത്തിനുള്ള ഓട്ടയിലൂടെ ഒരു ആമ വന്ന് വായുവിൽ നിന്നും ശ്വസിക്കണം. ഓക്കെ, അത് തന്നെ വളരെ റെയറാണ്. കാരണം നുഖത്തിന്റെ അകത്തൂടെ ആമ സാധാരണ വരിക എന്ന് പറയുന്നത് തന്നെ വളരെ റെയറാണ്. അതും അടിയിലിരിക്കുന്ന ആമ അടിയിൽ നിന്ന് വരുമ്പം നുഖം അവിടെ എത്തണം, അതിനിടയിലൂടെ ആ ഗ്യാപ്പ് വരണം, അതിലൂടെ തല പൊക്കണം. അത് വളരെ ബുദ്ധിമുട്ട്, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ആമ അന്ധനാണെന്ന് വെക്കുക. അന്ധനല്ല, കണ്ണ് കാണുന്നതാണെങ്കിൽ ഓക്കെ, മുഖം നോക്കി അതിന്റെ ഗ്യാപ്പ് നോക്കി വരാനെങ്കിലും പറ്റും. ഇത് അന്ധനായിട്ടുള്ള ആമ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും വന്ന് ഈ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ കിടക്കുന്ന മുഖത്തിന്റെ ഓട്ടയിലൂടെ തലയിടുക, എന്നിട്ട് ശ്വസിക്കുക. എത്രമാത്രം പോസിബിലിറ്റി, അതിന് പ്രോബിലിറ്റി എന്ന് പറയും. എത്രമാത്രം പ്രോബിലിറ്റി ഉണ്ട്? വളരെ വളരെ
അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തതിന് 0.0000 ഒരു 100 പൂജ്യം ഇട്ടാലായിരിക്കും ഒന്ന് കിട്ടുന്നത്. അങ്ങനെ അത്രയ്ക്ക് പ്രോബിലിറ്റി ഉള്ളൂ. അതിനെക്കാട്ടിലും പ്രോബിലിറ്റി കുറവാണ് മനുഷ്യജന്മം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങനെ കിട്ടുന്ന മനുഷ്യജന്മത്തിൽ സാധുസംഘം കിട്ടാൻ വേണ്ടിയിട്ട് അതിനെക്കാട്ടിലും വളരെ വിരളമാണ്. അങ്ങനെ നമുക്ക് കിട്ടിയേക്കുന്ന സാധുസംഘം നമ്മളെ കൊച്ചുകുട്ടികളെ പോലെ വഴക്കിട്ട് ഇല്ലാതാക്കരുത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു വേറെ ഒരു കാര്യം കൂടെ. പ്രഭു ആ ഉദാഹരണം പറഞ്ഞില്ലേ, ചെരുപ്പ് അവിടെ ഇട്ടിട്ട് ചവിട്ടുന്നെന്ന്. അപ്പൊ 2 തരത്തിൽ പ്രഭു പറഞ്ഞു. ഒന്ന് നമുക്കത് പിന്നെ ചിന്തിക്കാതിരിക്കാം. പിന്നെ ഒന്ന് പ്രഭു പറഞ്ഞത്, അപ്പം ആ ചവിട്ടി നിൽക്കുന്ന, ഇപ്പം കാതികത്ത പ്രഭുവിന് ഉദാഹരണമായിട്ട് പറഞ്ഞു. അപ്പൊ അത് പറയുമ്പം പ്രഭു അത് അങ്ങനെ ചവിട്ടി നിന്ന് കഴിഞ്ഞാൽ അത് പ്രഭുവിനല്ലയോ അത് എന്ന് പറഞ്ഞുള്ള കാരണം പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് ആ കാര്യങ്ങള് ചിന്തിക്കാതിരുന്നൂടെ? ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നമ്മുടെ സിറ്റുവേഷനിൽ നമ്മളിരിക്കുന്ന ലോകത്ത് എന്താണ്, എന്നെ നുള്ളിയാൽ ഞാൻ തിരിച്ചു നുള്ളും എന്നുള്ള സിറ്റുവേഷനിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും നാളും നമ്മൾ ജീവിച്ചു വരുന്നത്. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഓക്കെ പരമഹംസനാവാൻ പറ്റത്തുമില്ല. കാരണം അങ്ങനെ വിടത്തുമില്ല. പരമഹംസനാകാൻ വിചാരിച്ച് നമ്മുടെ സൊസൈറ്റി നമ്മളെ വിടത്തുമില്ല. അപ്പോൾ അവിടെയാണ് ഗ്രാജുവൽ പ്രോഗ്രസ് വരുന്നത്. അതിനാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചേക്കുന്നത്. ഇങ്ങനെ എന്നെ നുള്ളി ഞാൻ നുള്ളും എന്നുള്ള പ്രകൃതി നിന്നും രക്ഷപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഈ വൈദ്യഭക്തി ചെയ്യാൻ നോക്കേണ്ടത്. അങ്ങനെ നമുക്ക് പിന്നെ ചവിട്ടിയാലും കുഴപ്പമില്ല, നമ്മളെ തന്നെ ചവിട്ടിയാലും കുഴപ്പമില്ല, നമ്മളെ തന്നെ തിരസ്കരിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ മണ്ട തുപ്പിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. ഹരേ കൃഷ്ണ. പ്രഭു, നമ്മൾ ഈ വൈഷ്ണവരെ ഭഗവാൻ എന്തിനാ അങ്ങനെ കാണിപ്പിക്കുന്ന? എന്തിനാ പ്രഭു വൈഷ്ണവരെ എന്ന് വെച്ചാൽ വൈഷ്ണവർക്ക് കുറ്റമുള്ളത് കാണിക്കുന്നത് എന്തിനാണെന്നോ? അതെ. ഇപ്പം ഒരു വൈഷ്ണവനല്ലേ ചവിട്ടി നിന്നത്. അപ്പൊ നമ്മളെ അത് കണ്ണില്, ഒരു വൈഷ്ണവനാണ്, വേറൊരു വൈഷ്ണവൻ ചവിട്ടി നിന്നു, പക്ഷെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഭഗവാൻ അത് മറച്ചൂടെ നമ്മളിൽ നിന്ന്, കണ്ണിൽ നിന്ന്? അങ്ങനെ മറക്കാനായിരുന്നെങ്കിൽ പിന്നെ ഭഗവാനെ നമ്മളെ ഇവിടെ ജനിപ്പിക്കുകയേ ആവശ്യമില്ലായിരുന്നല്ലോ. ഭൗതിക ലോകത്ത് തന്നെ വെച്ചാൽ പോരായിരുന്നോ? നീ നമ്മളിപ്പം കൊച്ചുകുട്ടികളുടെ അടുത്ത് അടി കൊടുത്തിട്ട് വെക്കുന്നത് പോലെ തന്നെ നമുക്കും 2 അടി തന്നിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭൗതിക ലോകത്ത് വിടാതിരുന്നാൽ മതിയിരുന്നല്ലോ. എന്തിനാണ് ഭൗതിക ലോകത്ത് വിട്ടത് തന്നെ? കാരണം നമുക്ക് ഫ്രീഡം, ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. അതേപോലെ കൃഷ്ണൻ നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ള കൊണോട്ടേഷൻ ആയാലും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആയാലും നമ്മൾ എങ്ങനെ പെരുമാറും, നമ്മൾ ആ രീതിയിൽ ശുദ്ധമാവണം. നമ്മള് ലോകത്തിന്റെ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലാത്തടത്ത്, അല്ലെങ്കിൽ യൂട്യൂബ് ഇല്ലാത്തടത്ത്, അല്ലെങ്കിൽ മൂവീസ് ഇല്ലാത്തടത്ത് പോയി നിന്നിട്ട് ഓക്കെ ഞാനിപ്പം അറിയാണ്, ഞാൻ മറ്റുള്ള സ്ത്രീകളെ ആരും നോക്കാറില്ല എന്ന് പറഞ്ഞ് വിരക്തമായിട്ട് നിൽക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം എത്ര നാൾ ഞാൻ കോടാനുകോടി ജന്മങ്ങൾ അങ്ങനെ വസിച്ചാലും, പിന്നെ ഇപ്പൊ വിഭാണ്ഡകന്റെ മകനായിട്ടുള്ള ഋഷിസിംഗിനെ പോലെ ജീവിച്ചാലും ഒരു പെണ്ണുമായിട്ട് പിന്നെ ഇടപെടാൻ ചാൻസ് കിട്ടുമ്പം ഋഷിസിംഗിനെ പോലെ പിന്നെ പെണ്ണിന്റെ പുറകെ പോവാം. അതേസമയം എത്ര ഉണ്ടാക്കിയ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നാലും ഹരിദാസ് ഠാക്കൂർ ഭഗവാന്റെ നാമം ജപിക്കുന്നത് കൊണ്ട് തന്നെ ആസക്തി എല്ലാം മാറി മായാദേവി തന്നെ സ്വന്തമായിട്ട് സ്വയം പരീക്ഷിക്കാൻ വന്നിട്ട് പോലും ഹരിദാസ് ഠാക്കൂർ ആകർഷണനായിട്ടില്ല. അപ്പൊ കൃഷ്ണന് വേണ്ടത് ഹരിദാസ് ഠാക്കൂറിനെ പോലുള്ള ആൾക്കാർ. ആ മനസ്സിന്റെ നൈർമല്യവും മനസ്സിന്റെ കൺട്രോളുമാണ് കൃഷ്ണന് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഓരോ കാര്യങ്ങൾ, ഇപ്പം വൈഷ്ണവരുടെ കാര്യമായാലും വൈഷ്ണവർക്ക് കുഴപ്പമുണ്ടെങ്കിലും അത് നമ്മളെ കാണിച്ചിരുന്നത് നമ്മൾ അത് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള നമ്മുടെ പ്രവണത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരാളുടെ കുറ്റം കാണുമ്പോൾ ഉടനെ തന്നെ ചാടിയത് പ്രഭുജി ഇങ്ങനെ ചെയ്തു, പ്രഭുജി വൈഷ്ണവരിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്തിനാണ് ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ പ്രഭു വായിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ചാൻഡ് ചെയ്യുന്നത്? ഇതിലും ഭേദം ചാൻഡ് ചെയ്യാത്ത എത്രയോ നല്ല ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നു. കാരണം നമുക്ക് ഇവിടെ പ്രശ്നം ആ പ്രഭുജി അല്ലെങ്കിൽ മാതാജി അങ്ങനെ ചെയ്യുന്നതല്ല, നമ്മുടെ അടിത്തട്ടിൽ എന്താണോ ഉള്ളത് അത് പൊങ്ങി വരാൻ വേണ്ടി ഇങ്ങനെ മുട്ടിയിരിക്കുകയാണ്. അതിനൊരു അവസരം കിട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് എടുത്ത് ചാടുക ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ ഒരു പ്രവണത നമുക്കിടയിൽ ഉണ്ട്, ഇത് എനിക്ക് കൺട്രോൾ ചെയ്തേ പറ്റൂ. ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പോണത്? എൻ്റെ ജോലിയാണോ?
നമുക്ക് കൃഷ്ണൻ ഒരിക്കലും വേറൊരു ജീവാത്മാവിനെ ജഡ്ജ് ചെയ്യാനുള്ള ഡ്യൂട്ടി തന്നിട്ടില്ല. അത് സ്വന്തം മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പോലും. പിന്നെ എന്തിനാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്? നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ സുപ്പീരിയർ ആണെന്നുള്ളൊരു കോംപ്ലക്സ് നമ്മുടെ കയ്യിലുണ്ട്. എനിക്കറിയാം ഇത്, അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഇതറിയില്ല എന്നുള്ളൊരു കോംപ്ലക്സിറ്റി സിറ്റുവേഷൻ ഉണ്ട്. അതാണ് നമ്മൾക്ക് ഫസ്റ്റ് തലക്കനം എന്ന് പറഞ്ഞാൽ അതില്ലാതാവണം. അതില്ലാതാക്കാനുള്ള, അതെങ്കിൽ ഇല്ലാതായോ എന്നെങ്ങനെ അറിയും? ആ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയാലേ പറ്റൂ. അതിനാണ് കൃഷ്ണൻ അത് തരുന്നത്, ടെസ്റ്റ് തരുന്നത്. ഒരു ടീച്ചർ എന്തിനാണ് ഒരു ശിഷ്യന് ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത്? ടെസ്റ്റ് ഇട്ടിട്ട് തോറ്റിട്ട് ശിഷ്യനെ ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലല്ല ഒരു ടീച്ചറും ടെസ്റ്റ് കൊടുക്കുന്നത്. ടീച്ചർ ടെസ്റ്റ് കൊടുക്കുന്നത് ശിഷ്യന് എത്രത്തോളം മനസ്സിലായി എന്ന് മനസ്സിലാക്കാൻ. അതേപോലെ കൃഷ്ണൻ ഇത് തെളിയിച്ചു തരുന്നു. മനസ്സിലായോ മാതാജി? ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ. കൃഷ്ണ, എല്ലാരും വരിക. അദ്ദേഹം വേറൊരു ഇന്റർവ്യൂവിൽ നിൽക്കുവാണ് അദ്ദേഹം. അതുകൊണ്ട്